ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഞാൻ പറയാം ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെ രാത്രിയിലെ ന്യൂസിൽ കണ്ടുകൊണ്ടിരുന്നത് അൻവറിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യം. പക്ഷെ അദ്ദേഹം ഇച്ചിരി ശാഠ്യക്കാരനല്ലേ. അദ്ദേഹത്തിന് ഒരുപാട് സമയം പോലീസും ഗവൺമെൻറ്റും കൊടുത്ത്. വേറൊരാളെ ആയിരുന്നെങ്കിൽ പെട്ടെന്ന് ചെന്ന് വളഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാണ്. അദ്ദേഹത്തിന് രണ്ട് മൂന്ന് മണിക്കൂർ ആരെങ്കിലും വിളിക്കണമെങ്കിൽ വിളിക്കാം, എന്തെങ്കിലുമൊക്കെ മൊബൈൽ വഴി പോസ്റ്റ് ഇടണമെങ്കിൽ പോസ്റ്റ് ഇടാം. അങ്ങനെയൊക്കെ സമയം കൊടുത്തിട്ടാണ് പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ അറസ്റ്റ് എന്ന് പറയുന്നത് അൻവറിന് കിട്ടിയ വലിയൊരു നേട്ടമാണ്. എന്താണെന്ന് പറയാമോ? ഇന്നലെ അൻവർ ജനകീയ സമരം നടത്താനിരുന്നതാണ്. പക്ഷേ ഈ ചെല്ലാന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം സമയമായപ്പം വരാതിരിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ജനകീയ യാത്ര ചെയ്യാൻ അധികം ആളൊന്നും ഇല്ലായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ഇങ്ങനൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത്. കാരണം ആ ഓഫീസിൽ പോയി പൂട്ടിക്കിടന്ന ഓഫീസിൽ പോയി അടിച്ച് തകർത്ത് അദ്ദേഹം ചെയ്തില്ലേലും കൂടെ നിന്നവരെ കൊണ്ട് ചെയ്യിച്ചു. അതും കുറ്റമാണല്ലോ. ഇപ്പം അങ്ങനെയല്ലയോ, കൂടെ നിന്ന് സഹായിക്കുന്നവരെയും കൂടെ അല്ലേ ഇപ്പം എല്ലാത്തിനും പോലീസുകാർ പിടിക്കുന്നതിനും കോടതി ശിക്ഷിക്കുന്നതല്ല. അങ്ങനെയല്ലയോ കുഞ്ഞിരാമൻ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുക, ജയിലിലിട്ടിരിക്കുന്നത് 5 വർഷം. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്താലും അടുത്തൂടെ പോയാലും ചെയ്താലും കുറ്റമാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ഒരു കാര്യം ചെയ്തു കൊടുത്ത് ജനകീയ യാത്രയ്ക്ക് ആളില്ലാതിരുന്ന അൻവറിന് സോഷ്യൽ മീഡിയയിൽ കൂടി ആളുകളെ ഒപ്പിച്ചു കൊടുത്ത് ഈ ഒരു കാര്യം ചെയ്തതോടുകൂടി എല്ലാവരും ആകാംക്ഷയോടെ അൻവറിനെ തന്നെ നോക്കിയിരുന്നു. അതിന് മാധ്യമ പ്രവർത്തകർ, ചാനലുകാരും ഒരുപാട് അൻവറിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തു. ഇപ്പോൾ അൻവറിനെ ഒരു താരമാക്കാൻ അവർ ശ്രമിക്കുന്നു. പക്ഷേ ഈ അൻവർ എന്ന് പറയുന്ന അദ്ദേഹം ഒരു താരമൊന്നുമല്ല. നമ്മളെല്ലാവരും കൂടെ അദ്ദേഹത്തെ താരമാക്കുക. അദ്ദേഹം അടങ്ങി ഒതുങ്ങി നിൽക്കുന്നൊരു മനുഷ്യനായിരുന്നു എങ്കിൽ കോൺഗ്രസിൽ നിന്ന് കണ്ടാണ് കമ്മ്യൂണിസ്റ്റിൽ വന്നത്. കമ്മ്യൂണിസ്റ്റിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുക. DMKയിൽ പോയി അവിടുന്ന് ഔട്ടടിച്ച്, പിന്നെ മമതയുടെ കൂടെ പോയി അവിടുന്ന് ഔട്ടടിച്ച്, തൃണമൂലിൻ്റെ കൂടെ പോയി അവിടുന്ന് ഔട്ടടിച്ച്, ഇങ്ങനെ എങ്ങും എടുക്കത്തില്ലെന്നറിഞ്ഞപ്പോഴാണ് വീണ്ടും കോൺഗ്രസിൻ്റെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞതും ഓരോരുത്തർ അദ്ദേഹത്തിന് പിന്തുണയായിട്ട് വന്നത്. ജനകീയ യാത്രയ്ക്ക് ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞ അവർ വേറെ പിന്മാറി അവസരമായപ്പോഴാണ് അൻവർ ഇങ്ങനൊരു നാടകം ഉണ്ടാക്കിയത്. കാരണം അല്ലാതെ 10 പേരെ അറിയത്തില്ല. ഇതാകുമ്പോൾ 10 പേര് അറിയുന്നതിന് ഒരു ലക്ഷങ്ങൾ അറിയും. അങ്ങനെ നമ്മുടെ അൻവർ ഒരു നാടകം നടത്തിയതോടെ സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഗിന്നസ് ബുക്കിലായാലും ആവും. പക്ഷെ അദ്ദേഹം ഒരു സംഭവമൊന്നുമല്ല കേട്ടോ. എല്ലാവരും പറയുന്ന അൻവർ ഇങ്ങനായി അങ്ങനായി ആരാണ്ടേക്ക് അങ്ങ് ഏതോ പാർട്ടിക്കാരെയൊക്കെ അങ്ങ് ഇല്ലാണ്ടാക്കുമെന്ന്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അപ്പം ആര് പോയാലും, ഏത് പാർട്ടിയിൽ നിന്ന് ആര് പോയാലും ഒരു പാർട്ടി ഇല്ലാണ്ടാക്കാനൊന്നും പറ്റത്തില്ല, ഇല്ലയോ? ഒരു പാർട്ടി ഇല്ലാണ്ടാക്കണമെങ്കിൽ ആര് വിചാരിക്കണം? ജനങ്ങൾ വിചാരിക്കണം. കാരണം ജനങ്ങൾ വോട്ടിട്ടാൽ മാത്രമേ ജനപ്രതിനിധികളായി വരത്തുള്ളൂ. ആ ജനങ്ങൾ ഇന്ന പാർട്ടിക്ക് ഇനി വോട്ട് ഞങ്ങൾ ഇടുന്നില്ലെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ വരത്തില്ല. അല്ലാതെ നമ്മളിനി എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും ജനങ്ങളുടെ മനസ്സിൽ നമുക്കൊരു ഇമേജ് വരണമെന്നുണ്ടെങ്കിൽ ആ ജനങ്ങൾക്ക് ആ ആളിനെക്കുറിച്ച്, ആ വ്യക്തിയെക്കുറിച്ച് ഒരു ബോധം ഉണ്ടാവണം. അങ്ങനെ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും 10 തെറി പറഞ്ഞോ, പോലീസുകാരെ തെറി പറഞ്ഞോ, അല്ലെങ്കിൽ പിണറായി തെറി പറഞ്ഞോ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല തെറി പറഞ്ഞോ, VD സതീശനെ തെറി പറഞ്ഞോ, അല്ലെങ്കിൽ K സുരേന്ദ്രനെ തെറി പറഞ്ഞോ, അങ്ങനെയൊന്നും ആർക്കും ഒരു രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പറ്റത്തില്ല. ഇന്ന് ജനങ്ങൾ കൈയുടെ തട്ടേ കൊണ്ടു നടന്ന് ജനപ്രതിനിധിയായിട്ട് എടുക്കുന്ന ആളുകളെ ഈ ജനങ്ങൾ തന്നെ നാളെ താഴെയിടും. എന്തുകൊണ്ടാണ്? നമ്മളൊരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുത്ത് വിടുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ മിച്ചം ഉണ്ടാവുകയും ചെയ്യില്ല. അത് നമുക്ക് തന്നിനെ നമ്മളെല്ലാവരും അടുത്താക്കുകയുള്ളൂ.
അത് ഒരു നല്ല ഒരു കറക്റ്റായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശ സാറിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കും. നമ്മുടെ പിണറായി സാറൊക്കെ പോയിട്ടുണ്ട് കാണാൻ. അദ്ദേഹം ഒരു എളുപ്പ സുഖമായി വരട്ടെ. കാരണം അദ്ദേഹവും ഈ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇടയ്ക്കൂടെ ഒന്ന് പറയുന്ന ഒരു കാര്യത്തിന് വെള്ളാപ്പള്ളി നടേശ സാറിനെ വിട്ട് വേറെ ആരും ഇല്ല. അല്ല PC ജോർജിൻ്റെ കൂട്ട് വെള്ളാപ്പള്ളി നടേശ സാറ് ഈ ഓരോരുത്തരെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞാലും മതി, അതൊരു വാക്കായിരിക്കും. ഇപ്പം ഈ അടുത്ത സമയത്ത് കോൺഗ്രസിനോട് ഇച്ചിരി അനുകൂല ഭാവം ഉണ്ടായിട്ടുണ്ട് സാറിന്. എന്തായാലും ഇനി നമുക്ക് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് കാണാൻ വേണ്ടിയിട്ട് എളുപ്പസുഖമായി വരട്ടെ. പിന്നെ ഒരു സംഭവം ഉണ്ടായി കേട്ടോ. എന്തോന്നറിയോ, ഇടുക്കിയിലൊരു KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ്, എന്തായാലും കൊക്കയിൽ വീണിരുന്നെങ്കിൽ അതിരുന്ന എല്ലാവരും ജീവനോടെ ഉണ്ടാകുന്ന സംശയമായിരുന്നു. അത്രയ്ക്ക് വലിയൊരു കൊക്കയാണത്. ഞാൻ കണ്ടെന്ന് രാവിലെ. പക്ഷേ അവിടെ ഇതിനു മുമ്പ് തമിഴ്നാട്ടിൻ്റെ ഒരു KSRTC ബസ് വീണ് കുറേ പേര് മരിച്ച സംഭവം ഉണ്ടായിരുന്നു. അവിടെ എപ്പോഴും ഒരു അപകടം നിറഞ്ഞ സ്ഥലമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ടൂറ് പോകുമ്പോൾ ആ വഴി വരുമെന്ന് ശ്രദ്ധിച്ച് വരിക. കാരണം നമ്മൾ തന്നെ നമ്മുടെ ജീവനെ ഇല്ലാണ്ടാക്കാതെ അതിലാ വളഞ്ഞ വഴി കൂടെ ഒക്കെ ഏത് വളഞ്ഞ വഴി കൂടെ പോയാലും ഒന്ന് ശ്രദ്ധിച്ച് ഓട്ടിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇതുപോലൊക്കെ വന്നിട്ട് നമ്മൾ ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ പോലീസുകാരെ അല്ലെങ്കിൽ ആ ഭാഗത്തിനെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന അശ്രദ്ധയാണ്. ഇതിപ്പം അതിൻ്റെ ബ്രേക്ക് പോയതാണെന്നാണ് പറയുന്നത്. അതിനിപ്പോൾ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഡ്രൈവർ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്കൂട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ കാറോ ഇങ്ങനെ ബ്രേക്ക് നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും നമുക്കും അറിയാം. അതുകൊണ്ട് ആ ബ്രേക്ക് പോയൊരു കാര്യത്തിൽ നമ്മൾ ഡ്രൈവറെ ഒന്നും കുറ്റം പറയാൻ ഒക്കത്തില്ല. പിന്നെ ആ അപകട സ്ഥലം എന്ന് പറയുന്നത് എല്ലാവരും പോകുമ്പോൾ സൂക്ഷിച്ച് പോവുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ചേച്ചി എന്ന് പറയാൻ വന്ന ഈ കാര്യങ്ങൾക്കൊക്കെയാണ് ഒന്ന് മ്യാൻമറിനെ അതുപോലെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ട് ഇന്ന് ജാമ്യത്തിന് അപേക്ഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇന്ന് ജാമ്യം കിട്ടുമെന്ന്. കാരണം ജാമ്യമില്ല വകുപ്പൊക്കെ ചേർത്താണ് പോലീസ് കൊടുത്തിരിക്കുന്നത്. അപ്പം കിട്ടുമെന്ന് അറിയത്തില്ല. പക്ഷേ അവർക്ക് ജയിലിൽ കിടന്നാലും എന്ത് കുഴപ്പം? അവർക്ക് ആധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് അവരെ ജയിലിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തുന്നത്. അത് പക്ഷേ സാധാരണക്കാരാണെങ്കിലോ അവരുടെ അനുഭവമാണ് ഈ ജനപ്രതിനിധികൾക്ക് അല്ല. അവർക്ക് എല്ലാം വീട്ടിലെങ്ങനെയാണോ അതുപോലെയുള്ള ഫെസിലിറ്റീസ് എല്ലാം അവർക്കുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ അങ്ങ് മാറണം. ഈ ജനപ്രതിനിധികൾക്ക് AC റൂമും സാധാരണക്കാർക്ക് അല്ലാത്ത റൂമും അതിൻ്റെ ആവശ്യം കുറ്റം ചെയ്യുന്നവരെല്ലാം കുറ്റക്കാരാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ശിക്ഷയെ കൊടുക്കാവും. ഇത് ജനപ്രതിനിധികൾ പോകുമ്പോൾ അവർക്ക് ഒരു കുഴപ്പമില്ല, അവർക്ക് എല്ലാം കിട്ടും അവർക്ക് അവിടെ. പിന്നെന്താ ജയിലിട്ടേക്കെന്ന് പറയുന്നത്. അപ്പോൾ ചേച്ചി നാളെ വരാം, ഫോൺ വരുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കനൊക്കെ ഒന്ന് അമർത്തിയാട്ടെ.